നമസ്കാരം കൂട്ടുകാരെ, നന്മകൾ നിറഞ്ഞൊരു ദിവസത്തിലേക്ക്, നമ്മുടെ വായനാ ലോകത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഷിബില. ഇന്ന് നമ്മൾ വായിക്കുന്നത് ആർ.കെ. നാരായണൻ്റെ മാൽഗുഡി ദിനങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ മലയാളം പരിഭാഷയാണ്. മലയാളത്തിലേക്ക് ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത് റോയ് കുരുവിള. അതിലെ സ്നേഹമുള്ള അടിമ എന്ന കഥയാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. വീട്ടിൽ ആർക്കും തന്നെ അവരുടെ പേരറിഞ്ഞുകൂടായിരുന്നു. ആയ എന്നല്ലാതെ മറ്റെന്തെങ്കിലും പേര് അവർക്കുണ്ടെന്നാരും വിചാരിച്ചിട്ടുമുണ്ടായിരുന്നില്ല. അവരെപ്പോഴാണ് ആ കുടുംബത്തിലേക്ക് കടന്നു വന്നതെന്ന് കുട്ടികൾക്കാർക്കും അറിഞ്ഞും കൂടാ. മൂത്ത കുട്ടിക്ക് കേവലം 6 മാസം മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ അവർ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ. കോളേജിൽ പഠിക്കുന്ന ഒരു 17കാരനാണവനിപ്പോൾ. അവന് ശേഷം 5 കുട്ടികൾ കൂടി ജനിച്ചു. ഏറ്റവും ഇളയ ആൾക്ക് 4 വയസ്സ്. ഓരോരുത്തരോടുമൊപ്പം ആയയും ശിശുവായിക്കൊണ്ടിരുന്നു. അവർ തന്നെ പിന്നിലാക്കി മുന്നേറുന്നതുവരെ അവരോടൊപ്പം തന്നെ നടന്നു ആയ. അത് കഴിയുമ്പോൾ അവർ വീണ്ടും പിന്നോട്ട് വരും. ഏറ്റവും ഇളയ ആളോടൊപ്പം വളരാൻ തുടങ്ങും. 6 വയസ്സുവരെയേ അവർക്ക് വളരാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയാറ്. ആ അതിർത്തി പിന്നിട്ടു കഴിഞ്ഞാൽ പിന്നെ അവരൊരു ശല്യമാണെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് പാചകക്കാരനും 2 വേലക്കാരും 1 വേലക്കാരിയും തോട്ടക്കാരനും വേതനമൊന്നുമില്ലാത്ത അയാളുടെ സഹായിയും ഉൾപ്പെടുന്ന ജോലിക്കാരുടെ ലോകത്ത് പിടിച്ചു നിൽക്കാൻ ഏറെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അവർ. ജോലിക്കാർ പറയുന്ന തമാശകളൊന്നും അവർക്ക് മനസ്സിലാകാറില്ല. അവരുടെ ചർച്ചകളോടൊന്നും ഒരു താല്പര്യവും അവർക്ക് തോന്നിയിട്ടുമില്ല. എന്നു മാത്രമല്ല, കേൾക്കുന്ന കാര്യങ്ങളെല്ലാം വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ യജമാനത്തിയോട് പറയുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ യജമാനനെക്കുറിച്ച് തോട്ടക്കാരൻ പറഞ്ഞ അഭിപ്രായം ആയയിലൂടെ ചോർന്നതിൻ്റെ ഫലമായി അയാളുടെ ജോലി നഷ്ടപ്പെടാവുന്ന അവസ്ഥയിലെത്തുക പോലുമുണ്ടായി. വേലക്കാർക്കും അവരോടിഷ്ടമുണ്ടായിരുന്നില്ല. ജോലിയിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നുണ്ടോ എന്നും അവർ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. താമസിച്ചു വരുന്നവർക്ക് അവരുടെ കണ്ണു വെട്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. താമസിച്ചു വരുന്ന ആരെയെങ്കിലും കണ്ടാൽ ഉടൻ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് അവരലറുന്നത് കേട്ട് യജമാനത്തി എത്തുകയും താമസിച്ചെത്തുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്യുമായിരുന്നു. കുട്ടികൾക്ക് കണക്കിലും ഇംഗ്ലീഷിലും ട്യൂഷൻ എടുക്കാൻ എന്നും രാവിലെ എത്താറുണ്ടായിരുന്ന ട്യൂഷൻ മാസ്റ്ററെ ശ്രദ്ധിച്ചിരുന്നത് പോലെ തന്നെ സ്വയം അടിച്ചേൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമായിരുന്നിതും. ട്യൂഷൻ മാസ്റ്റർ അവിടെ ഉണ്ടാകുന്ന സമയം അത്രയും ആയയും അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു. കാരണം അയാൾ കുട്ടികളെ ഉപദ്രവിക്കാറുണ്ട് എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു. എല്ലാ അധ്യാപകരെയും തൻ്റെ ശത്രുക്കളായാണ് അവർ കണക്കാക്കിയിരുന്നത്. സ്കൂളിനെ ഒരു ജയിലായി. കുട്ടികളെ സ്കൂളിൽ വിടുന്നത് ഒരുതരം ക്രൂരമായ വൈകൃതമാണെന്ന തോന്നലാണ് അവർക്കുണ്ടായിരുന്നത്. അടുത്ത ദിവസം സ്കൂളിൽ നിന്നും ലഭിക്കാവുന്ന നുള്ളും അടിയും സഹിക്കുന്നതിന് തങ്ങളുടെ ശരീരത്തിൽ തേക്കുന്ന എന്തോ പച്ചമരുന്ന് വാങ്ങിക്കുന്നതിനായി എന്നും 3 പൈസ വീതം തൻ്റെ 2 കുട്ടികളും, ഇപ്പോൾ അവർ മുത്തച്ഛന്മാരായി, ആവശ്യപ്പെടാറുള്ളത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് അവർ. പച്ചമരുന്ന് വാങ്ങിക്കാൻ സ്കൂൾ ഇൻസ്പെക്ടർ തന്നെയാണ് ഉത്തരവിട്ടതെന്നും അവർ പറയാറുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണത്. നിങ്ങൾ എന്തിനാണിങ്ങനെ അടികൊള്ളുന്നത്? 1-2 പ്രാവശ്യം അവർ ചോദിച്ചിട്ടുമുണ്ട്. അടി വാങ്ങിയേ പറ്റുകയുള്ളൂ, ഞങ്ങളുടെ പഠിത്തത്തിൻ്റെ ഭാഗമാണത്. ദിവസവും കൃത്യമെണ്ണം അടി ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ടീച്ചർമാർക്ക് ശമ്പളം കിട്ടില്ലെന്ന് തോന്നുന്നു. അധ്യാപകരെക്കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാക്കാൻ ഒരവസരം പോലും ആ വൃദ്ധയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീട്ടിലെത്തുന്ന ട്യൂഷൻ മാസ്റ്ററെ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ശബ്ദം ഉയർത്തിയെങ്ങാനും അയാൾ സംസാരിച്ചാൽ ഉടൻ ആയ ഇടപെടാറുണ്ടായിരുന്നു. ഈ മാലാഖ കുട്ടികളുടെ മേൽ നിങ്ങളുടെ വേലത്തരങ്ങളൊന്നും ഇറക്കരുത്. സാധാരണ കുട്ടികളെപ്പോലെയല്ല ഇവർ. എന്തെങ്കിലും ചെയ്താൽ യജമാനൻ നിങ്ങളെ ജയിലിൽ കയറ്റും, സൂക്ഷിച്ചോ. ബേക്കറിക്കാരൻ്റെ മകൻ ലാണിൽ സൈക്കിൾ ഓടിക്കാതെ നോക്കുക. പത്രക്കാരൻ നഴ്സറിയിൽ പത്രമിടാതെ നോക്കുക. ഉച്ച തിരിയുമ്പോൾ വേലക്കാരി ഉറങ്ങുന്നില്ല എന്നുറപ്പാക്കുക. തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അവർ സ്വയം ഏറ്റിരുന്ന മറ്റു ചുമതലകൾ. അതിഥികളുടെ കാര്യങ്ങൾ നോക്കുക. അവരുടെ വസ്ത്രങ്ങളുടെ ചുമതലകൾ ഏറ്റെടുത്ത് അവരും
അലക്കുകാരൻ പയ്യനുമായുള്ള ഇടപാടുകളിൽ മധ്യസ്ഥം വഹിക്കുക തുടങ്ങിയ കാര്യങ്ങളും അവരുടെ ചുമതലയിൽപ്പെട്ടവയായിരുന്നു. ഇതിനെല്ലാം പുറമെ വീട്ടിലാരുമില്ലാത്തപ്പോൾ കതകുകളും ജനാലകളുമെല്ലാം അടച്ചുപൂട്ടിയിട്ട് ഒരു കാവൽക്കാരനെ പോലെ മുൻവശത്തെ പോർച്ചിൽ ചെന്ന് കുത്തിയിരിക്കാറുമുണ്ടായിരുന്നു അവർ. ഇതൊക്കെ അവരുടെ ഉപജോലികളായിരുന്നു. ദിവസം 2 നേരത്തെ ഭക്ഷണവും മാസത്തിൽ 15 രൂപ ശമ്പളവും വർഷത്തിൽ 3 സാരികളും അവർക്ക് പ്രതിഫലമായി ലഭിച്ചുകൊണ്ടിരുന്നു. പ്രധാന ജോലി ചെയ്യുന്നതിന് തന്നെയായിരുന്നു കൂടുതൽ സമയവും അവർ ചെലവഴിച്ചു കൊണ്ടിരുന്നത്. രാവിലെ 6 മണിയാകുമ്പോൾ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടി രാധ മുകളിലുള്ള തൻ്റെ ബെഡ്റൂമിൽ നിന്നും അലറി വിളിക്കും, ആയാ. തൻ്റെ വണ്ണവും വെച്ചുകൊണ്ട് ആകാവുന്നത്ര വേഗത്തിൽ പടികൾ കയറി മുകളിലെത്തുമായിരുന്നു ആയ. ഇല്ലെങ്കിൽ 1/4 മണിക്കൂർ കഴിയുമ്പോൾ രാധ വീണ്ടും അലറും. കട്ടിലിനരികിലെത്തി കൊതുകുവല നീക്കുമ്പോൾ രാധ ചോദിക്കും, എവിടെയായിരുന്നു ആയേ നിങ്ങൾ? ഞാൻ എപ്പോഴും ഇവിടെയുണ്ടല്ലോ പൊന്നുമോളെ. രാത്രി മുഴുവൻ ഇവിടെയുണ്ടായിരുന്നോ? പിന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഉറങ്ങുകയായിരുന്നോ എണീറ്റിരിക്കുകയായിരുന്നോ? ഏയ്, എൻ്റെ രാധമോൾ ഉറങ്ങുമ്പോൾ ഞാൻ കിടക്കുമോ? കയ്യിലൊരു കത്തിയുമായി ഞാൻ ഉണർന്നിരിക്കുകയായിരുന്നു. ഏതെങ്കിലും ദുഷ്ടന്മാർ മോളുടെ അടുത്തെങ്ങാനും വന്നിരുന്നെങ്കിൽ അവരുടെ തല ഞാൻ കൊയ്തേനെ. എന്നിട്ട് കത്തി എന്തിയേ? ഞാൻ ഇപ്പോൾ താഴെ പോയി അത് വെച്ചതേയുള്ളൂ. ആ കത്തി എനിക്കൊന്ന് കാണാൻ തരുമോ ആയേ? ഏയ് വേണ്ട, കുട്ടികളത് കാണാൻ പാടില്ല. കുഞ്ഞ് വലിയൊരു പെണ്ണായി കഴിയുമ്പോൾ അലമാരയുടെ പൂട്ട് തുറക്കാനും മാത്രം കുഞ്ഞിന് പൊക്കം വെച്ച് കഴിയുമ്പോൾ ആ കത്തി കുഞ്ഞിനെ കാണിക്കാം. പൊക്കം വയ്ക്കാൻ കുഞ്ഞിന് ഇഷ്ടമല്ലേ? തീർച്ചയായും അപ്പോൾ എനിക്ക് തനിയെ അലമാര തുറന്ന് ബിസ്ക്കറ്റൊക്കെ എടുക്കാമല്ലോ, അല്ലേ ആയേ? അതെ അതെ, പക്ഷേ രാവിലെ എഴുന്നേൽക്കാതെ കട്ടിലിൽ തന്നെ കിടന്നാൽ കുഞ്ഞിന് പൊക്കം വയ്ക്കില്ല. രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകി പാല് കുടിച്ചാലേ വേഗം പൊക്കം വയ്ക്കുകയുള്ളൂ. 3-4 ദിവസം മുമ്പ് എന്നെ ശല്യപ്പെടുത്താതെ തന്നെ മോൾ എഴുന്നേറ്റായിരുന്നല്ലോ. പാല് കുടിച്ചു കഴിഞ്ഞ് പൂന്തോട്ടത്തിലേക്ക് ഓടും രാധ. ട്രെയിൻ കളിക്കാനായി ഒരു മുച്ചക്ര സൈക്കിളും പാവയുമായി അവളുടെ പിന്നാലെ ആയയും എത്തേണ്ടതുണ്ടായിരുന്നു. പാവയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സൈക്കിളിലിരിക്കും രാധ. ശരിക്കു കുനിഞ്ഞെങ്കിലേ ആയയ്ക്ക് സൈക്കിൾ ഉന്താൻ പറ്റുമായിരുന്നുള്ളൂ. സൈക്കിളായിരുന്നു ട്രെയിൻ. പൂച്ചട്ടികൾ സ്റ്റേഷനുകളും വൃത്താകൃതിയിലുള്ള പുൽക്കുടിൽ ബാംഗ്ലൂരും. ആയയാണ് എൻജിൻ ഡ്രൈവർ, പാവയാണ് രാധ. ചിലപ്പോൾ രാധ അവളുടെ അമ്മയാണ്, മറ്റു ചിലപ്പോൾ ട്രെയിൻ നിർത്താനും പോകാനും ആജ്ഞാപിക്കുന്ന ആളാണ് രാധ. ഇടയ്ക്ക് മടിയിൽ നിന്നും പുകയിലയെടുത്ത് വായിലിടാനായി ആയ നിൽക്കും. എന്താ ട്രെയിൻ നിന്നുപോയത്? രാധ ചോദിക്കും. അതിൻ്റെ ഒരു സ്ക്രൂ ഇളകിപ്പോയിരുന്നു, അത് മുറുക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾ ചവയ്ക്കുന്നുണ്ടല്ലോ. ഉണ്ട്, അത് പുകയിലയല്ല, തലവേദനയ്ക്കുള്ള മരുന്നാണ്. ഈ സ്റ്റേഷനിലെ മരുന്നുകടയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. ഇവിടെ ഒരു മരുന്നുകടയുണ്ടോ? ഉണ്ടുണ്ട്, മുല്ലച്ചെടിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ആയ പറയും. മുല്ലച്ചെടിയിലേക്ക് നോക്കി രാധ പറയും, എൻ്റെ പാവം ആയയ്ക്ക് നല്ല മരുന്ന് കൊടുക്കണേ കടക്കാരാ. ആയയ്ക്ക് നല്ല തലവേദനയുണ്ട് ഡോക്ടർ. ബാംഗ്ലൂരിൽ കുറേ സമയം തങ്ങുമായിരുന്നു ട്രെയിൻ. ആയയോട് മണലിൽ കിടന്നുറങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ട് കുട്ടിയുമായി ടൗണിൽ കറങ്ങാൻ പോകുമായിരുന്നു രാധ. രാധയെ കുളിക്കാനായി അമ്മ വിളിക്കുന്നത് വരെ കളി തുടരുന്നുണ്ടാകും. പിന്നെ 1 മണിക്കൂർ നേരത്തേക്ക് ആയയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഉച്ചയൂണ് കഴിഞ്ഞാൽ നഴ്സറിയിൽ കളിപ്പാട്ടങ്ങളുടെ നടുവിലിരിക്കുകയായിരിക്കും ആയ. തൻ്റെ ചുറ്റും ചിതറിക്കിടക്കുന്ന ആനകളുടെയും കുതിരകളുടെയും ചെറുരൂപങ്ങളോടും കുഞ്ഞിപ്പാത്രങ്ങളോടും പാവകളോടും ഒന്നും പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നില്ല ആയയുടെ സ്ഥൂലിച്ച ശരീരം. ഒരു വാരയകലമിട്ടാണ് രാധയും ആയയും ഇരിക്കുക. 2 പേരും അവരവരുടെ വീടുകളിൽ. അവർ പാചകം ചെയ്യുകയും പൂജ നടത്തുകയും പരസ്പരം സന്ദർശനം നടത്തുകയും ചെയ്യും. ചാടി എഴുന്നേറ്റ് ആയയുടെ വീട്ടിൽ ഒരു സന്ദർശനം നടത്താൻ രാധയ്ക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ തൻ്റെ ഭാരിച്ച ശരീരവും വലിച്ചുകൊണ്ട് അതുപോലെ തിരിച്ചൊരു സന്ദർശനം നടത്താൻ ആയയ്ക്ക് പറ്റില്ലാത്തതിനാൽ ആയയൊന്നനങ്ങുന്നത് ഒരു സന്ദർശനമായി കണക്കാക്കി പോന്നു.
1 മണിക്കൂർ ഇങ്ങനെ കളിച്ചു കഴിയുമ്പോൾ ആയ ഉറക്കം തൂങ്ങാൻ തുടങ്ങുമായിരുന്നു. അവർ പറയുമായിരുന്നു, രാധമോളെ, രാത്രിയായി, നമുക്കുറങ്ങാൻ പോകാം. എങ്കിലേ അതിരാവിലെ എഴുന്നേൽക്കാൻ പറ്റുകയുള്ളൂ. രാത്രിയായോ? പിന്നെ, ഞാൻ വിളക്ക് കൊളുത്തിയത് കണ്ടില്ലേ? വിളക്കായി സങ്കല്പിച്ചിരിക്കുന്ന ഏതെങ്കിലും കളിപ്പാട്ടത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവർ പറയുമായിരുന്നു. ഗുഡ് നൈറ്റ് ആയേ, നിങ്ങളും ഉറങ്ങിക്കോ. കുറച്ച് സ്ഥലമുണ്ടാക്കി ആയയും കിടക്കും. നിങ്ങൾ ഉറങ്ങിപ്പോയോ ആയേ? ഉറങ്ങി. ഉറങ്ങുന്നത് പോലെ കളിച്ചാൽ മതി, ശരിക്കും ഉറങ്ങരുത്. ഓരോ 5 മിനിറ്റ് ഇടവിട്ടും ആയ പറഞ്ഞുകൊണ്ടിരിക്കും. താമസിയാതെ തന്നെ രാധ ഉറങ്ങിക്കഴിഞ്ഞിരിക്കും. വീണ്ടും 4 മണിയാകുമ്പോൾ ആയയുടെ ജോലി ആരംഭിക്കുമായിരുന്നു. രാത്രി 8 മണിവരെ ഓരോ കാര്യങ്ങൾക്കായി അവരെ ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു രാധ. 8 മണിയാകുമ്പോഴാണ് രാധയെ ഉറങ്ങാനായി കട്ടിലിൽ കിടത്തേണ്ടത്. കിടന്നു കഴിഞ്ഞാൽ പിന്നെ കഥകൾ കേൾക്കണമായിരുന്നു രാധയ്ക്ക്. ചോക്കുപൊടിയിൽ കിടന്നുരുണ്ട് വെളുത്ത നിറം കിട്ടിയ കറുത്ത കുരങ്ങൻ്റെ കഥയായിരുന്നു കട്ടിലിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് അന്ന് ആയ പറഞ്ഞുകൊടുത്തത്. വെളുത്ത കുരങ്ങൻ പോയി ഒരു രാജകുമാരിയെ കല്യാണം കഴിച്ചു. ആഘോഷങ്ങൾക്കിടയിൽ കുരങ്ങൻ്റെ നേർക്ക് ആരോ വെള്ളം തെറിപ്പിച്ചപ്പോൾ കുരങ്ങൻ്റെ യഥാർത്ഥ നിറം തെളിഞ്ഞു വന്നു. ആളുകൾ അവനെ തല്ലി ഓടിച്ചു. പിന്നീട് ഒരലക്കുകാരന് അവനോട് സഹതാപം തോന്നി. അയാൾ അവനെ അലക്കി വെളുപ്പിച്ച് ഇസ്തിരിയിട്ടു കൊടുത്തു. അപ്പോൾ രാജകുമാരിക്ക് അവനോട് വീണ്ടും സ്നേഹം തോന്നി. കഥ തീർന്നപ്പോൾ രാധ പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നില്ല, നമുക്കെന്തെങ്കിലും കളിക്കാം. ആയ ചോദിച്ചു, വയസ്സനെ വിളിക്കണോ? വയസ്സനെക്കുറിച്ച് പറയുമ്പോൾ അത്ഭുതകരമായ ബലമാണ് ഉണ്ടാകാറുള്ളത്. കുട്ടികൾക്കെല്ലാം പേടിയാണ് വയസ്സനെ. പുരയിടത്തിലെവിടെയോ ഉള്ള ഉപേക്ഷിക്കപ്പെട്ട പട്ടിക്കൂട്ടിലാണ് വയസ്സനെ പൂട്ടിയിട്ടിരിക്കുന്നതെന്നാണ് വിശ്വാസം. അയാൾ എപ്പോഴും ആയയെ വിളിച്ചുകൊണ്ടിരിക്കും. കതക് ചവിട്ടിപ്പൊളിച്ച് ആയയെ എടുത്തുകൊണ്ടു പോകാൻ എപ്പോഴും തയ്യാറാണ് പുള്ളി. ആയ എപ്പോഴും അയാളെ ചീത്ത വിളിക്കും. ആ തെണ്ടിയെ ഞാൻ അടിച്ചു പരുവമാക്കിയിട്ടുണ്ട്, വൃത്തികെട്ട സാധനം, അറപ്പുണ്ടാക്കുന്ന കുരങ്ങൻ, ഒരു നിമിഷം പോലും എനിക്ക് സ്വൈര്യം തരില്ല അയാൾ. മോൾ ഉറങ്ങിയെങ്കിലേ അങ്ങോട്ട് ചെന്ന് അയാൾക്കിട്ട് 2 കൊടുത്ത് അയാളെ കൂട്ടിനകത്തേക്ക് കയറ്റാൻ എനിക്ക് സമയം കിട്ടുകയുള്ളൂ. 3 മാസം കൂടുമ്പോൾ എണ്ണ പുരട്ടി മുടി മിനുക്കി നിറമുള്ള ഒരു സാരിയുമെടുത്ത് വീട്ടിലുള്ള എല്ലാവരോടും വിശദമായി യാത്രയും പറഞ്ഞ് സെയ്താപ്പേട്ടിന് പോകുമായിരുന്നു അവർ. അവിടെയായിരുന്നു അവരുടെ വീട്. സെയ്താപ്പേട്ടിൽ അവർക്കൊരു വീടുണ്ടെന്നതിൻ്റെ ഏക തെളിവ് എല്ലാ മാസത്തിൻ്റെയും ആദ്യം ബംഗ്ലാവിൻ്റെ പിന്നാമ്പുറത്ത് പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്ന ഗുണ്ടകളെപ്പോലെ തോന്നിച്ചിരുന്ന ഏതാനും ആണുങ്ങളായിരുന്നു സെയ്താപ്പേട്ടിലെ കൊള്ളക്കാർ എന്നാണ് അവരെ ആയ വിശേഷിപ്പിച്ചിരുന്നത്. നിങ്ങൾ എന്തിനാണ് അവന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത്? ചിലപ്പോഴൊക്കെ യജമാനത്തി ചോദിക്കാറുണ്ടായിരുന്നു. ഞാൻ എന്തു ചെയ്യാനാ? 9 മാസം അവന്മാരെ ചുമന്നതിൻ്റെ വിലയാണ് ഞാൻ നൽകുന്നത്. ഇതും പറഞ്ഞ് ശമ്പളം വാങ്ങി അതിലേറിയ പങ്കും അവന്മാർക്ക് വീതം വെച്ച് കൊടുക്കുമായിരുന്നു അവർ. ഇത്രയേറെ പ്രായം ചെന്ന ആ സ്ത്രീ ആ ഭാരിച്ച ശരീരവും പേറി ബസ്സിൽ കയറിയിറങ്ങി സെയ്താപ്പേട്ട് വരെ പോയിട്ട് വരുന്നത് മറ്റുള്ളവർക്കൊരു അത്ഭുതം തന്നെയായിരുന്നു. വരുമ്പോൾ പെപ്പർമിൻറ്റ് മിഠായികൾ കൊണ്ടുവന്ന് രഹസ്യമായി രാധയ്ക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. വൃത്തിയില്ലാത്ത മിഠായികൾ കുട്ടികൾക്ക് കൊടുക്കരുതെന്ന ആജ്ഞയുള്ളതിനാലാണ് മിഠായികൾ രഹസ്യമായി കൊടുത്തിരുന്നത്. ഇത്രയേറെ പ്രായം ചെന്ന ആ സ്ത്രീ ആ ഭാരിച്ച ശരീരവും പേറി ബസ്സിൽ കയറിയിറങ്ങി സെയ്താപ്പേട്ട് വരെ പോയിട്ട് വരുന്നത് മറ്റുള്ളവർക്കൊരു അത്ഭുതം തന്നെയായിരുന്നു. പക്ഷേ വൈകുന്നേരമാകുമ്പോഴേക്കും അവർ തിരിച്ചെത്തുമായിരുന്നു. വരുമ്പോൾ പെപ്പർമിൻറ്റ് മിഠായികൾ കൊണ്ടുവന്ന് രഹസ്യമായി രാധയ്ക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. വൃത്തിയില്ലാത്ത മിഠായികൾ കുട്ടികൾക്ക് കൊടുക്കരുതെന്ന ആജ്ഞയുള്ളതിനാലാണ് മിഠായികൾ രഹസ്യമായി കൊടുത്തിരുന്നത്. ഒരിക്കൽ സെയ്താപ്പേട്ടിൽ പോയിട്ട് വൈകുന്നേരമായിട്ടും അവർ മടങ്ങി വരികയുണ്ടായില്ല. ഗേറ്റിലേക്ക് കണ്ണുനട്ട് പോർച്ചിൽ തന്നെ നിൽപ്പായിരുന്നു രാധ. അടുത്ത ദിവസമായിട്ടും അവർ വരുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. രാധ കരച്ചിലായി. അവളുടെ അമ്മയ്ക്കും വീട്ടിലുള്ള മറ്റുള്ളവർക്കും അരിശം വന്നു. വല്ല വണ്ടിയും കയറി ചത്തുകാണും തള്ള, അവർ പറഞ്ഞു. ഇങ്ങനെ വിവരം കെട്ട ഒരു സാധനം ഇതിനു മുമ്പിൽ ഇങ്ങനെയുണ്ടായിട്ടില്ല. അവധി എടുക്കണമെന്നൊരു പൂതി എങ്ങാനും കയറിയിട്ടുണ്ടാകും അവരുടെ തലയ്ക്കകത്ത്. അവരെ പിരിച്ചുവിടാൻ പോകുകയാണ് ഞാൻ. ഒഴിവാക്കാൻ പറ്റാത്തതായി ആരുമില്ല.
ഈ വയസ്സായ വേലക്കാർക്ക് തോന്നിവാസം കുറച്ചു കൂടുതലാണ്. അവരെ ഒരു പാഠം പഠിപ്പിക്കണം. 3 ദിവസം കഴിഞ്ഞപ്പോൾ യജമാനത്തിയുടെ മുമ്പിലുണ്ട് വണങ്ങിക്കൊണ്ട് നിൽക്കുന്നു ആയ. അവരെ കണ്ടപ്പോൾ പകുതി സന്തോഷവും പകുതി അരിശവുമാണ് യജമാനത്തിക്ക് തോന്നിയത്. ഇനി നിങ്ങൾക്ക് അവധി തരുന്ന പ്രശ്നമില്ല, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പൊയ്ക്കോണം. നിങ്ങളെന്താ സമയത്ത് മടങ്ങി വരാതിരുന്നത്? ആയ നിർത്താതെ ചിരിക്കാൻ തുടങ്ങി. അവരുടെ ഇരുണ്ട മുഖം ചുവന്നു, കണ്ണുകൾ തിളങ്ങി. നിങ്ങളെന്താ കിഴവി ഇങ്ങനെ ചിരിക്കുന്നത്? എന്താ കാര്യം? സാരി കൊണ്ട് മുഖം മറച്ച് അവർ പതുക്കെ പറഞ്ഞു. അങ്ങേര് വന്നിട്ടുണ്ട്. അവർ പിന്നെയും മിക്കിളി കൊണ്ട് ചിരിക്കാൻ തുടങ്ങി. ആര്? എൻ്റെ വയസ്സൻ. വയസ്സൻ എന്ന് കേട്ടപാടെ അതുവരെ ആയയെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയായിരുന്ന രാധ പിടിവിട്ടോടി അടുക്കളയിൽ പോയി കതകടച്ചു. ആരാ ഈ വയസ്സൻ? യജമാനത്തി ചോദിച്ചു. അങ്ങേരുടെ പേര് പറയാൻ എനിക്ക് പറ്റില്ല, നാണത്തോടെ ആയ പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവാണോ? അതെ, ചുളിഞ്ഞുകൊണ്ടവർ പറഞ്ഞു. ഞാൻ ചെന്ന് അങ്ങേർക്ക് വെച്ച് വിളമ്പി കൊടുക്കണമെന്നും അങ്ങേരുടെ കാര്യങ്ങൾ നോക്കണമെന്നുമാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അങ്ങേരവിടെ ഉണ്ടായിരുന്നു. അങ്ങേരുടെ ഇരിപ്പ് കണ്ടാൽ തോന്നും പുള്ളി ഒരിക്കലും വീടിന് വെളിയിൽ ഇറങ്ങിയിട്ടില്ലെന്ന്. എന്നെ വിരട്ടിക്കളഞ്ഞു പുള്ളിക്കാരൻ. തോട്ടത്തിൽ നിൽപ്പുണ്ട് പുള്ളി. യജമാനത്തി വന്നൊന്ന് കാണ്. യജമാനത്തി ഇറങ്ങിച്ചെന്ന് നോക്കി. നടവഴിയിൽ ഒരു ഉണങ്ങിയ വൃദ്ധൻ നിൽപ്പുണ്ടായിരുന്നു. വായും പൊളിച്ച് നോക്കി നിൽക്കാതെ യജമാനത്തിയെ വണങ്ങ്, ആയ പറഞ്ഞു. വൃദ്ധൻ കൈയുയർത്തി യജമാനത്തിയെ വണങ്ങി. എനിക്ക് തായിയെ കൊണ്ടുപോകണം, വൃദ്ധൻ പറഞ്ഞു. ആയയെ പേരു പറഞ്ഞു വിളിക്കുന്നത് കേട്ടപ്പോൾ ഒരപരിചിതത്വം തോന്നി. എനിക്ക് തായിയെ കൊണ്ടുപോകണം. എനിക്ക് ആഹാരം പാകം ചെയ്തു തരാൻ ആരെങ്കിലും വേണം. അവൾ എൻ്റെ കൂടെ വന്നേ പറ്റുകയുള്ളൂ, ഷാഢ്യത്തോടെ അയാൾ പറഞ്ഞു. ആയേ, നിങ്ങൾക്ക് പോകണോ? വർഷങ്ങൾക്ക് മുമ്പ് പോയതാണിങ്ങേര്. സിലോണിലെ ചായത്തോട്ടങ്ങളിലായിരുന്നു പുള്ളി വരുന്നുണ്ടെന്നെങ്ങനെ അറിയാനാ? സർക്കാർ അങ്ങേരെ തിരിച്ചയച്ചു. ഇനി ആരാ പുള്ളിയെ നോക്കാൻ? അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തൻ്റെ അടിമയെക്കുറിച്ച് അഭിമാനമുള്ള ആ ഭർത്താവിനാൽ നയിക്കപ്പെട്ട് അവർ പടിയിറങ്ങി. തികച്ചും ഹൃദയസ്പർശിയായ രീതിയിലാണ് എല്ലാവരോടും അവർ വിടവാങ്ങിയത്. രാധയെ മാത്രം അവിടെങ്ങും കണ്ടില്ല. അടുക്കളയിൽ നിന്നും പുറത്തു വരാൻ അവൾക്ക് സമ്മതമല്ലായിരുന്നു. അടുക്കള വാതിലിന് പുറത്തു നിന്നുകൊണ്ട് വെളിയിൽ വരാൻ രാധയോട് ആയ അഭ്യർത്ഥിച്ചു. വയസ്സൻ നിങ്ങളെ എടുത്തുകൊണ്ടു പോകുകയാണോ? രാധ ചോദിച്ചു. അതേ മോളെ, ആ വൃത്തികെട്ട മനുഷ്യൻ. പട്ടിക്കൂടിൻ്റെ കതക് ആരാണ് തുറന്നിട്ടത്? ആരും തുറന്നില്ല. അയാൾ ചവിട്ടിപ്പൊളിച്ചതാണ്. എന്താണ് അയാൾക്ക് വേണ്ടത്? എന്നെ എടുത്തുകൊണ്ട് പോകണം അയാൾക്ക്, ആയ പറഞ്ഞു. അയാൾ പോകാതെ ഞാൻ വെളിയിൽ വരില്ല. ശരി, പൊയ്ക്കോ. അയാൾ നിങ്ങളെ തിരക്കി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പൊയ്ക്കോ. അരമണിക്കൂർ കൂടി അടുക്കള വാതിൽക്കൽ കാത്തുനിന്നതിന് ശേഷം ആയ അതനുസരിച്ചു.